വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ആ ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് എന്ന അഭിനേത്രി ശ്രദ്ധിക്കപ്പെട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തൻ്റെ ഭർത്താവായ സുനിച്ചനൊപ്പമാണ്. ഇവർക്ക് ഈ ഷോയിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറിമായം എന്ന പരിപാടിയിലൂടെയായിരുന്നു മഞ്ജു പത്രോസിൻ്റെ തുടക്കം. ഇതിന് പിന്നാലെ ചില സിനിമകളിലും വേഷമിട്ടു. തുടർന്ന് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് വലിയ വഴിത്തിരിവായിരുന്നു. ബിഗ് ബോസിൽ പങ്കെടുക്കുന്നതിനിടെ മഞ്ജു പത്രോസ് വിവാദത്തിലും പെട്ടിരുന്നു. ഫുക്രുവിനെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും മറ്റൊരു രീതിയിൽ പ്രചരിച്ചുവെന്നും അവർ പറഞ്ഞിരുന്നു. മഞ്ജുവിനെ അമ്മയെപ്പോലെയാണ് കരുതുന്നതെന്ന് ഫുക്രുവും ആ സമയത്ത് പറഞ്ഞിരുന്നു. ബിഗ് ബോസിന് ശേഷം താൻ ചെയ്തുകൊണ്ടിരുന്ന അളിയൻസ് എന്ന ചാനൽ പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന മോശം കമൻറ്റിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മഞ്ജു. 2020 കമൻറ്റ് വന്നത്. ആ സമയം തന്നെ കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ ഹിയറിങ്ങിന് വിളിപ്പിച്ചത് ഇപ്പോഴാണ്. ഹിയറിങ്ങിന് ശേഷം മഞ്ജു ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അളിയൻസ് എന്ന് പറയുന്ന കൗമുദി ടിവിയിൽ ചെയ്യുന്ന പരിപാടി 6 വർഷമായി താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അടിയിൽ ഒരാൾ വന്ന് 2020 വളരെ മോശമായി കമൻറ്റ് ചെയ്തു. ഒരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കമൻ്റ് ഇട്ടു. അത് താൻ സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അതിൻ്റെ ഹിയറിംഗ് ആയിരുന്നു ഇന്ന്, മഞ്ജു പത്രോസ് പറഞ്ഞു. സാധാരണഗതിയിൽ ഒത്തിരി കമൻറ്റ് വരും. നിങ്ങളുടെ അഭിനയം പോരാ, കൊള്ളില്ല, നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് പാർട്ട് ഓഫ് ദി ഗെയിമാണ്. പക്ഷേ ഇത് ബോഡി ഷേമിങ്ങുമല്ല. തനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. ആരും കോംപ്രമൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേസ് വിളിച്ചപ്പോഴാണ് കോംപ്രമൈസ് ചെയ്തൂടെ എന്ന് ചോദിച്ചത്. പക്ഷേ ചെയ്യില്ല എന്ന് പറയുക തന്നെയായിരുന്നുവെന്നും മഞ്ജു പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എന്തും എഴുതാം എന്നൊരു ധാരണ നമുക്കുണ്ട്. ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാൽ മതി, എന്തും എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരു ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ മുന്നിൽ ഇരുന്നായിരിക്കും ഇത് ചെയ്യുന്നത്. വായുവിലല്ല ചെയ്യുന്നത്. ഇതിനൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പിടിക്കപ്പെടും. പോലീസ് ആളെ പിടിച്ചു കഴിഞ്ഞ് അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇയാൾ തനിക്ക് മെസ്സഞ്ചർ വഴി സോറി പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു. പക്ഷേ അതൊരു വാലിഡായിട്ടുള്ള കാര്യമല്ല. താൻ അനുഭവിച്ച വിഷമവും ഫ്രസ്ട്രേഷനും ഒന്നും ഒരു സോറി കൊണ്ട് തീരില്ല. തനിക്ക് അയാളെ വ്യക്തിപരമായി ദ്രോഹിക്കണമെന്നോ കുഴിയിൽ ചാടിക്കണമെന്നോ ഒന്നുമില്ല. അയാൾ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ ലഭിക്കണം. ആരും ഇതൊന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. തൻ്റെ സ്വഭാവത്തിനെയോ വ്യക്തിപരമായി മോശമാക്കുന്ന രീതിയിലോ വളരെ മോശമായി തന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും മഞ്ജു പറയുന്നു. ബിഗ് ബോസ് 2019 കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കമൻറ്റ് വന്നത്. ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോയാണ്. 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓളം കഴിയും. പക്ഷേ ആ ഷോ കണ്ട് രക്തം തിളച്ചവർക്ക് അവർ ചെയ്ത തെറ്റ് മാത്രം അവിടെ കിടക്കും. അതിൽ പങ്കെടുത്തവരൊക്കെ അവരവരുടെ ജോലി നോക്കി പോകും, താൻ ഉൾപ്പെടെ. തനിക്ക് വേണ്ടി അന്ന് നിന്നവർ പോലും ആരെയും പോയി തെറി പറയാൻ പാടില്ല എന്നും മഞ്ജു പറയുന്നു.